السلام عليكم ورحمة الله وبركاته. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ റമദാനിൽ ജീവിക്കുവാനും റമദാനിലൂടെ ആരാധനകൾ ചെയ്ത് ജീവിക്കുവാനുമൊക്കെ നമുക്ക് തൗഫീക്ക് കിട്ടിയവരാണ്. ഈ റമദാനിലൂടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കടുത്ത ചൂട് അനുഭവിച്ചു കൊണ്ടൊക്കെയാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. എന്നാൽ റമദാനിന് തൊട്ടു മുമ്പായിക്കൊണ്ട് മരണപ്പെട്ട ധാരാളം ആളുകളുണ്ട്. റമദാൻ തുടങ്ങിയതിന് ശേഷം മരണപ്പെട്ട ആളുകളുണ്ട്. റമദാനിൽ നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ റമദാൻ ഏകദേശം 29 നോമ്പുകളിൽ സജീവമാവാനും ജീവൻ നിലനിർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ പെരുന്നാളിൻ്റെ സന്തോഷം കൂടെ പങ്കിടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ പകലുകളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും രാത്രികളിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും പകലുകളിലും രാത്രികളിലും ഖുർആനിൻ്റെ പാരായണവുമായി മുന്നോട്ട് പോവാനും ദിക്റുകളാലും ദുആകളാലും നാവിനെ പച്ചയാക്കാനും അള്ളാഹു ലോകർക്ക് ആകമാനം മാർഗദർശനമായി നൽകിയ ഖുർആൻ ഓതാനും
അത് പഠിക്കാനൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരാവർത്തി, അല്ലെങ്കിൽ രണ്ട് തവണ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നമുക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കുവാനും നമുക്ക് തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റമദാനിലൂടെ ധാരാളമായി സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്തിയ ദിനരാത്രങ്ങളിൽ പള്ളികളിൽ വന്നുകൊണ്ട് ഈത്തിക്കാഫിരിക്കുവാനും ധാരാളമായി നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് അടുക്കുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അമലുകളാൽ നമ്മുടെ ജീവിതത്തെ സജീവമാക്കാൻ ഈ റമദാൻ നമുക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുവേണ്ടി ഏറെ പരിശ്രമിച്ചവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകൾക്കും പരിപൂർണമായും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പുറത്ത് മാപ്പേക്ക് നൽകുമാറാകട്ടെ. നമുക്കറിയാം, ഒരു മാസത്തിലൂടെ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരാണ് നാം ഓരോരുത്തരും. ഇനി ഈ റമദാൻ നമ്മോട് വിട പറയുകയാണ്. ഇനി നമുക്ക് എല്ലാ ദിവസങ്ങളിലും നോമ്പില്ല. സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ മാത്രമാണ് ഇനി നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. നമുക്കറിയാം, ഈ ഒരു റമദാനിൽ നമ്മുടെ സമയങ്ങളെ ഏറ്റവും ഫലവത്തായി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി സമ്പത്ത് ചെലവഴിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനത്തെ 10കളിൽ എല്ലാ ദിവസങ്ങളിലും ചെറിയ സംഖ്യയാകട്ടെ വലിയ സംഖ്യയാകട്ടെ നമ്മൾ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത്തരമൊരു സാഹചര്യം നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചുക്കളെ ബന്ധിക്കുകയും ചെയ്ത ഈ ഒരു മാസം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ സഹോദരന്മാരെ, നമുക്കൊരു തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മാസം നമ്മൾ വിട പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അഥവാ ആത്മപരിശുദ്ധി പ്രാപിച്ചവൻ വിജയിച്ചിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, എന്നിട്ട് അവൻ അള്ളാഹുവിനെ ഓർക്കുകയും നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നിട്ട് അള്ളാഹു പറയാണ് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ നിങ്ങളാകട്ടെ ദുനിയാവിലെ കേവലമായ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ക, നിശ്ചയമായും ആഖിറമെന്ന് പറയുന്ന പരലോകമെന്ന് പറയുന്നതാണ് അത് ഏറ്റവും നല്ലതും ബാക്കിയാകുന്നതും എന്ന് പറയാണ് അള്ളാഹു നമ്മളോട്. എന്നിട്ട് പറയുന്നു വൽ ആഖിറത്തു ഖൈറും വഅബ്ക എന്ന് പറഞ്ഞതിന് ശേഷം ഇത് മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ കാര്യമാണ് ആഖിറമാണ് നല്ലത്, ആഖിറമാണ് ബാക്കിയാകുന്നത്, പരലോകമാണ് ബാക്കിയാകുന്നത് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ഇനി ഈ റമദാൻ വിട പറയുന്നതോടുകൂടി നമുക്ക് കുറേ ചാൻസുകൾ ഇല്ലാതെയാവാണ്. കുറേ ചാൻസുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ എത്ര ആളുകൾ അടുത്ത റമദാൻ എത്തുന്നതിന് മുമ്പ് പള്ളികളിൽ ഇത്തികാഫിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എത്ര സമയങ്ങൾ ഖുർആന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ആലോചിക്കും. ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെ ഈ റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ ഏറ്റവും വലിയൊരു അമല് ചെയ്യാനുള്ള ഒരു ചാൻസാണ് നമ്മൾ ഇന്ന് വിട പറയുന്നത്. ആ വിട പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഗൗരവത്തിലുള്ളൊരു ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യലാണ്. നമുക്കറിയാം, റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പല രൂപത്തിലുള്ള ആളുകൾ കാണാൻ സാധിക്കും. റമദാനായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ആ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സൊരുക്കി തയ്യാറാക്കിയ പല ആളുകളുണ്ട്, വളരെ സന്തോഷത്തോടു കൂടെ. നേരെ മറിച്ച് വേറെയും ചില ആളുകളുണ്ട്, റമദാൻ വന്നപ്പോൾ വളരെയധികം സന്തോഷിച്ച ആളുകളുണ്ട്. പക്ഷെ അവരെന്തിനാണ് സന്തോഷിച്ചത്? ചിലപ്പോൾ കച്ചവടം ആലോചിച്ചിട്ടായിരിക്കും. നല്ല ബിസിനസ് നടക്കുന്ന സമയമാണ് റമദാൻ. സ്ത്രീകളാണെങ്കിൽ ഇനി വല്ലാതെ പണികളൊന്നും എടുക്കണ്ട, ഭക്ഷണങ്ങളൊന്നും തയ്യാറാക്കേണ്ട, വൈകുന്നേരവും പുലർച്ചയും മാത്രം നോക്കിയാൽ മതി.
എന്നുള്ള രൂപത്തിൽ, പണികളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും എന്നുള്ള രൂപത്തിൽ ആ റമദാനെ സന്തോഷത്തോടു കൂടെ വരവേറ്റവരുണ്ടാവും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് റമദാൻ വരിക എന്ന് പറയുമ്പോൾ അത് സന്തോഷമാണ് സഹോദരന്മാർ. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ റമദാൻ വരുമ്പോൾ ദുഃഖത്തോടെ അതിനെ സ്വീകരിച്ച ആളുകളുണ്ട്. തിന്മകൾ ചെയ്ത് തിന്മകളിൽ കൂപ്പുകുത്തിയ ആളുകൾ ആ റമദാൻ വരുമ്പോൾ അവർക്ക് സങ്കടമാണ്, ടെൻഷനാണ്, ഇനി തിന്മ ചെയ്യാൻ പറ്റൂലല്ലോ എന്നുള്ള രൂപത്തിലൊരു ടെൻഷനായിരിക്കും അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് റമദാൻ വരിക എന്ന് പറയുന്നത് അവർക്ക് ദുഃഖവും ഒരു ടെൻഷനും എന്നാണ്. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, റമദാൻ വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രൂപത്തിൽ ദുനിയാവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സഹോദരന്മാരെ, ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണെന്ന് നമ്മൾ നോക്കുക. റമദാൻ വന്നപ്പോൾ സന്തോഷിച്ചവർ പോകുമ്പോൾ സങ്കടപ്പെടുകയാണ് ചെയ്യുക, അല്ലേ? ഇനി നമുക്ക് ഖുർആൻ ഓതാൻ സമയം ഉണ്ടാവില്ല, നമ്മളിന്ന് ദുനിയാവിൻ്റെ ബാക്കിലാണ്, നമ്മുടെ ജോലി തിരക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്, നമുക്ക് സമയം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ സമയങ്ങൾക്ക് ഏറ്റവും നല്ല ബറക്കത്താക്കപ്പെട്ട സമയങ്ങൾ ഈ റമദാനിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ബറക്കത്ത് ചിലപ്പോൾ ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെ തിരക്കിലേക്ക് പോവാണ്. ഇത്തിക്കാഫിരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും സ്വതക്ക ചെയ്യുവാനും നോമ്പനുഷ്ഠിക്കുവാനും ദിക്റുകൾ ഓതാനും ഖുർആൻ പാരായണം ചെയ്യാനുമൊക്കെ ഇനി നമുക്ക് സമയം എത്രത്തോളം കിട്ടിക്കൊള്ളണമെന്ന് നമുക്കറിയില്ല. നമുക്കൊരു സങ്കടം ഉണ്ടാവും. റമദാൻ വന്നപ്പോൾ സന്തോഷിച്ചവർക്ക് പോകുമ്പോൾ സങ്കടം ഉണ്ടാവും. എന്നാലോ രണ്ടാമത്തെ വിഭാഗം റമദാൻ വന്നപ്പോൾ ദുഃഖത്തോടു കൂടെ അതിനെ സ്വീകരിച്ച ആളുകളുണ്ട്. അവർക്ക് ഉണ്ടാകൽ എന്താ? സന്തോഷമാണ്. റമദാൻ കഴിഞ്ഞല്ലോ, ഇനി തെറ്റുകൾ ചെയ്യാലോ, ഇനി എല്ലാ തെറ്റുകളിലേക്കും പോവാലോ, ഇനി ആര് കണ്ടാലും പ്രശ്നമല്ലല്ലോ, റമദാൻ കഴിഞ്ഞല്ലോ. മറ്റേത് റമദാൻ ആകുമ്പോൾ ഒരു തെറ്റ് ചെയ്ത ആളുകൾ ചോദിക്കും, എടോ റമദാനല്ലോ ഒന്ന് നിർത്തിക്കൂടാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് റമദാൻ വരുമ്പോൾ, റമദാൻ പോകുന്ന സമയത്ത് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് റമദാൻ വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ അവർക്ക് റമദാൻ പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസങ്ങളിൽ പറയുന്നൊരു വാക്കുണ്ട്, ഹാദാ യൗമുൽ ഈദ്, ഇത് ഇന്ന് ഈദിൻ്റെ ദിവസമാണ്, സന്തോഷിച്ചോളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വദ്കുറു യൗമൽ വഈദ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചോളൂ, എന്താലോചിക്കേണ്ടത്? യൗമുൽ വഈദ് ഒരു മടക്കയാത്രയുണ്ട്. ഈ പെരുന്നാൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ദിവസം കഴിഞ്ഞാൽ, ഈ നിമിഷം കഴിഞ്ഞാൽ ഒരു മടക്കയാത്ര ഉണ്ട്. അത് നിങ്ങൾ ആലോചിച്ചോളൂ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്നാണ്. സഹോദരന്മാർ, ആ റമദാൻ നമ്മൾ വിട പറഞ്ഞു പോകണം. ഒരു ഷഹീദിനേക്കാളും വലിയ പുണ്യങ്ങളും വലിയ സ്ഥാനങ്ങളും ലഭിക്കുന്ന ആള് ഒരു റമദാൻ കൂടുതൽ കിട്ടിയ ആളാണ് എന്ന് റസൂൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ റമദാനാണ് നമ്മൾ വിട പറയുന്നത്. അതുകൊണ്ട് ചില ചിന്തകൾ നമ്മൾ ഈ സമയത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഖബറിൽ ഒരാളോട് മരിച്ചുപോയി ഖബറിൽ അകപ്പെട്ട് ഖബറിൽ കഴിയുന്ന ബർസഖി ലോകത്തുള്ള ഒരാളോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അയാൾ പറയുമായിരുന്നു എന്നാണ്, എനിക്ക് റമദാനിലെ ഒരു ദിവസം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ എത്രയാണ് സഹോദരന്മാരെ ആ റമദാനിൻ്റെ ഒരു ദിവസത്തെ വില, ആ റമദാനിൻ്റെ ഒരു നിമിഷത്തിൻ്റെ വില എത്രയാണ്? ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങളാണ്. അസ്സൗമുലി വാന അജ്സി ബിഹി എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ, അല്ലേ? റമദാൻ നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം അത് കണക്കാക്കിയിട്ടില്ല. പല കർമ്മങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നോമ്പിന് പ്രതിഫലം പറഞ്ഞിട്ടില്ല. ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലം കിട്ടിയ ദിനരാത്രങ്ങളാണ് നമ്മൾ നിന്ന് വിട്ടുപോകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു രംഗത്ത് നമ്മൾ തീർത്തും ചില ചിന്തകൾ, ചില ആലോചനകൾ, ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാ? നമുക്കറിയാം, തഖ്വ കൈവരിക്കാനാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉള്ളവരാവാൻ വേണ്ടിയിട്ടാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. ആലോചിച്ച് നോക്കുക, നമ്മൾ സ്വയം മനസ്സിനോട് നമ്മൾ ചോദിക്കുക, റമദാനിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? റമദാൻ ഇതാ നമ്മൾ ഇന്ന് വിട പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. റമദാനിന് മുന്നേ കുറേ നിർത്തിവെച്ച തിന്മകളുണ്ട്. റമദാൻ കഴിയുന്നതോടുകൂടെ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു പോയി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തിരിച്ചു പോകാനുള്ള മനസ്സാണെങ്കിൽ നമ്മൾ അറിയണം, നമ്മൾ തഖ്വ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അത് തടയലാണ്.
തിന്മകളെ തൊട്ട് മനസ്സിന് തടയലാണ് എന്നാണ്. നോക്കൂ സഹോദരന്മാരെ, ഈ ഭൂലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവർ പ്രബോധനം ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ പ്രബോധനം ചെയ്ത കാര്യം നമുക്ക് കാണാൻ സാധിക്കും. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വാചകം വീണ്ടും ഖുർആനിൽ കാണാം, അലം തത്തഖൂൻ എന്ന് പറയുന്ന. അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ഖാല ലഹും അഖൂഹുൻ ഹൂദുൻ അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? അതുപോലെ തന്നെ മഹാനായ സ്വാലിഹ് നബിയുടെ വർത്തമാനത്തിൽ കാണാം, ഇത് ഖാല ലഹും അഖൂഹുൻ സ്വാലിഹുൻ അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും നോക്കൂ, ഇത് ഖാല ലഹും അഖൂഹുൻ സ്വാലിഹുൻ അലാ തത്തഖൂൻ, സ്വാലിഹ് നബി സമൂഹത്തോട് പ്രബോധനം ചെയ്ത കാര്യമാണ്, നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ഇത് ഖാല ലഹും അഖൂഹുൻ ലൂത്തുൻ അലാ തത്തഖൂൻ, ലൂത്ത് എന്ന പ്രവാചകൻ അദ്ദേഹം പ്രബോധനം ചെയ്ത കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ, ശുഐബ് നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഇദ് നാദാ റബ്ബുക മൂസ അനിഅ്തിൽ ഖൗമൽ ളാലിമീൻ ഖൗമ ഫിർഔൻ അലാ തത്തഖൂൻ, തഖ്വ കാണിക്കുന്നില്ലേ, സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിച്ച ചോദ്യമാണ്, യാ അയ്യുഹൻ നബി ഇത്തഖില്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ അല്ലാഹനെ സൂക്ഷിക്കൂ. യാ ഇബാദിയല്ലദീന ആമനു തഖൂ റബ്ബക്കും, അല്ലാഹുവിൻ്റെ അടിമകളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുന്നില്ലേ? സഹോദരന്മാരെ, പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്തൊരു കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. ആ ഒരു തഖ്വ ഈ ഒരു റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹനെ പേടിക്കലാണ്. നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും അല്ലാഹനെ പേടിക്കും. നന്മ ചെയ്യുമ്പോഴുള്ള പേടി എന്താ? ഇത് അല്ലാഹു സ്വീകരിക്കൂലേ? തിന്മ ചെയ്യുമ്പോഴുള്ള പേടി എന്താ? ഇത് അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള പേടി. അത് മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? അതാണ് തഖ്വ. വൽ അമലു ബിത്തൻസീൽ, രണ്ടാമത്തെ ഒരു നിർവചനമായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചത് വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു ഇറക്കിയത് കൊണ്ട് പ്രവർത്തിക്കലാണ്. അല്ലാഹു ഇറക്കിയത് എന്താ? ഖുർആനും സുന്നത്തും. അതിൽ വന്ന കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ അതാണ് തഖ്വ. മൂന്നാമതായി പഠിപ്പിക്കുന്നു വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. തഖ്വയുള്ള ആൾക്കേ സാധിക്കുള്ളൂ. എത്ര കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക. മഹാനായ പ്രവാചകന്റെ സ്വഹാബികളൊക്കെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട ആളുകളായിരുന്നു. അത് തഖ്വയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിദാദു ലിയൗമിർ റഹീൽ, നാളെ മടങ്ങിപ്പോകാനുള്ള ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവലാണ് തഖ്വ. ഇന്ന് ഞാൻ മരിച്ചാൽ, അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ, ഈ പ്രസംഗം കഴിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ മരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ആ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് തഖ്വ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കേണ്ടത്. കൊണ്ട് സഹോദരന്മാരെ, തഖ്വ കൈവരിക്കാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. റമദാനിന് മുമ്പ് നമ്മുടെ ജീവിതം, റമദാനിലെ നമ്മുടെ ജീവിതം, ഇനി റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണ് എന്നുള്ളൊരു പരിശോധന, ഒരു ആത്മവിചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് തഖ്വ കിട്ടിയിട്ടില്ലേ, നമുക്ക് ഈ റമദാൻ നഷ്ടമാണ് സഹോദരന്മാർ. ഈ റമദാൻ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന രൂപത്തിലായിരിക്കും നമുക്കുണ്ടായിരിക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂൽ പറയുന്നുണ്ട്, ഇത്തഖില്ല ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയാണെങ്കിലും, പള്ളിയിലാണെങ്കിലും സൂക്ഷിക്കണം, വീട്ടിലാണെങ്കിൽ സൂക്ഷിക്കണം, അങ്ങാടിയിലാണെങ്കിൽ സൂക്ഷിക്കണം, നിന്റെ ജോലിസ്ഥലത്താണെങ്കിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏത് സമയത്തും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ തഖ്വ നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അത്തഖ്വ ഹാഹുന, തഖ്വ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ് തഖ്വ. അല്ലാതെ നമ്മുടെ കുറേ നല്ല വസ്ത്രം ധരിച്ച്, നിര്യാണിക്ക് മേലെ വസ്ത്രം ധരിച്ച്, ദീർഘമായ താടി വളർത്ത്, അതൊക്കെ തഖ്വൻ്റെ ഭാഗമാണ്. അല്ല എന്നല്ല, അതൊക്കെ തഖ്വ ഉണ്ടാകുമ്പോൾ വരുന്ന ഭാഗമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പല ഔലിയാക്കൾ എന്ന പേരുള്ള ആളുകളുണ്ടാവും. താടിയൊക്കെ നീട്ടി വളർത്തി, നിര്യാണിക്ക് മുകളിൽ പാൻറ്റൊക്കെ ധരിച്ച് വലിയൊരു മുത്തക്കിയായി നടക്കുന്ന ആൾ, പക്ഷേ രൂപത്തിലുള്ള തഖ്വ. നമ്മുടെ ഹൃദയത്തിൽ തഖ്വ കയറിയിട്ടുണ്ടോ? നമ്മുടെ പാൻറ്റിൻ്റെ കാല് അത് മുകളിലേക്ക് വരും.
നമ്മളെ താടി നീളും, നമ്മുടെ മക്കൾക്ക് നല്ല മഫ്തകളും നല്ല ഡ്രസ്സുകളും നമ്മൾ ധരിപ്പിക്കും, നമ്മുടെ വീടുകളിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാവും. സഹോദരന്മാരെ, അതാണ് തഖ്വ. ആ തഖ്വ ഈ റമദാനിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു ജീവിതത്തിലൂടെ നീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അത് തഖ്വയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു എന്തൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ടോ കൽപ്പനകൾ, അതെല്ലാം നമ്മൾ അനുസരിക്കുക എന്നുള്ളത് തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക പറയുന്നത് തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹുവും റസൂലും അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ജീവിതത്തെ പരിമിതപ്പെടുത്തുക എന്നുള്ളത് തഖ്വയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക തഖ്വയിൽപ്പെട്ടതാണ്. സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം തിട്ടപ്പെടുത്തുക, അത് തഖ്വയിൽപ്പെട്ടതാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ വിട്ടുപിരിയുമ്പോൾ, നമ്മളോട് വിട പറയുമ്പോൾ ആ തഖ്വ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം ഏത് സമയത്തും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉണ്ട് എന്നാണ്. അള്ളാഹു പറഞ്ഞല്ലോ, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു പറയാണ്, ഒരു ഉദാഹരണം പറയാണ്, മാ യകൂനു മിൻ നജ്വാ സലാസ്. മൂന്നാളുകൾ ചേർന്ന് രഹസ്യം പറയുകയാണെങ്കിൽ ഇല്ലാ ഹുവ റാബിഉഹും, നാലാമത് അള്ളാഹു ഉണ്ട്. വലാ ഖംസത്തുൻ ഇല്ലാ ഹുവ സാദിസുഹും. അതുപോലെ തന്നെ അഞ്ചാളുകൾ ചേർന്ന് രഹസ്യം പറയുകയാണെങ്കിൽ ഇല്ലാ ഹുവ സാദിസുഹും, അവിടെയും ആറാമനായിക്കൊണ്ട് അള്ളാഹു ഉണ്ട്. പിന്നെയോ വലാ അദ്നാ മിൻ ദാലിക, അതിനേക്കാൾ ചുരുങ്ങിയതാണെങ്കിലും, വലാ അക്സറ, അതിനേക്കാൾ കൂടിയതാണെങ്കിലും, ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനു, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹും അടുത്ത ആളായിക്കൊണ്ട് അള്ളാഹു ഉണ്ടെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എല്ലാ രംഗത്തും തഖ്വ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ റമദാനിൽ വിട്ടുപിരിയുമ്പോൾ നമ്മളൊരു ചിന്ത ഉണ്ടാവേണ്ടത്, ഒരു ആത്മപരിശോധന നടത്തേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാം. അദ്ദേഹം പറയുന്നത്, ഞാൻ 2 റക്അത്ത്, എൻ്റെ 2 റക്അത്ത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഖൈറ്, എനിക്ക് സന്തോഷം എന്ന് അദ്ദേഹം പറയണം. 2 റക്അത്ത് സ്വീകരിക്കാം. നമ്മൾ കുറേ അമലൊക്കെ ചെയ്തു അല്ലേ, നമ്മൾ കുറേ അമലുകൾ ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് നിശ്ചിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, ദിക്റുകളാലും അതുപോലെ തന്നെ ദുആകളാലും നാവിനെ പച്ചയാക്കി. ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ, എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചിന്ത. നോക്കൂ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാലത്ത്, ഞാൻ നബിയോട് ചോദിക്കുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ കുറിച്ച് ഞാൻ നബിയോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തോതാണ്, വല്ലദീന യുഅ്തൂന മാ അതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അഥവാ ഞങ്ങളിങ്ങനെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അത് റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ട്, സ്വീകരിക്കില്ല എന്നുള്ള പേടി. എന്നിട്ട് ആയിഷ ബീവി ചോദിക്കുന്നത് എന്താണ്, വയഖാഫൂന അൻ തുറദ്ദു അലൈഹിം. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ്, അവരെ ഹുവല്ലദീ യസ്രിഖ്, അവരെ മോഷ്ടിച്ചവരാണോ, വയസിനി, അവർ വ്യഭിചരിച്ചിട്ടാണോ അവർ പേടിക്കുന്നത്, വയശ്റബുൽ ഖംർ, കള്ള് കുടിച്ചിട്ടാണോ, വഹും യഖാഫുല്ലാഹ അസ്സ വജൽ, അവരിങ്ങനെ ധനങ്ങളൊക്കെ കൊടുത്ത് ചെലവഴിച്ചതിന് ശേഷം അവർക്ക് വരാനുള്ള പേടി അവർ വേറെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടാണോ എന്നാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ലാ ഇബ്നത്ത് സിദ്ദീഖ്, അല്ല, സിദ്ദീഖിൻ്റെ മകൾ ആയിഷ അല്ല, അവർ വ്യഭിചരിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർ നന്മകളാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പേടി എന്താ, വലാകിന്നഹും അല്ലദീന യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നവരാണ്, വയസൂമുൻ, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, വയസദ്ദഖൂൻ, സദഖ കൊടുക്കുന്നവരാണ്, വഹും യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് അത് സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി. 28 നോമ്പുകൾ നമ്മൾ നോറ്റു, ഖുർആൻ മുഴുവൻ ചിലപ്പോൾ പാരായണം ചെയ്തിട്ടുണ്ടാവും അല്ലേ, രാത്രികളിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടാവും, സദഖകൾ ധാരാളമായി കൊടുത്തിട്ടുണ്ടാവും. നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ ഇത് സ്വീകരിച്ചിട്ടുണ്ടോ,
എൻ്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഒരു പേടി ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് സഹോദരന്മാരെ. അതുപോലെ തന്നെ അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുത്തുയർത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വൈദ് യർഫു ഇബ്രാഹിമുൽ ഖവാഇദ് മിനൽ ബൈത്തി വഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഏതൊരു കർമ്മം കഴിഞ്ഞാലും ഏതൊരു നന്മ ചെയ്താലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്, റബ്ബനാ തഖബ്ബൽ മിന്നാ. രാത്രി ഇങ്ങനെ 2 മണിക്ക് എഴുന്നേറ്റ് 4 മണി വരെ നിന്ന് നമസ്കരിക്കുമ്പോൾ കാലൊക്കെ വേദനിക്കുന്നുണ്ടാവും, ഉറക്കത്തിൻ്റെ ക്ഷീണങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ കഴിഞ്ഞ് എണീറ്റ് പോകുന്നതിനപ്പുറം അല്ലാഹുവേ ഒന്ന് സ്വീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് നിന്റെ പ്രതിഫലം നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥന നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഖുർആൻ ഓതിക്കഴിഞ്ഞ് ഒരു ഖത്മ് തീർക്കുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം നമ്മൾ, റബ്ബനാ തഖബ്ബൽ മിന്നാ. ഏത് ചെറിയ കാര്യമാണെങ്കിലും നന്മയാണോ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നോക്കൂ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിനങ്ങളിലെയും രാവിലെകളിൽ മുടങ്ങാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണല്ലോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. ഇന്ന് നമ്മൾ ദുഹർ നമസ്കരിച്ചു, നമ്മൾ പ്രാർത്ഥിക്കണം സ്വീകരിക്കണമേ. ഈ ക്ലാസ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം സ്വീകരിക്കണമേ. ഇതിൻ്റെ ഒരു ഇരുത്തത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്, പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നോമ്പ് കഴിയുമ്പോഴും അത് വിട്ട് അകയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മുൻഗാമികളായ മഹാരഥന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാം, കാന സലഫു യബ്കൂൻ 6 അശ്ഹുർ. സലഫുകളായ മുൻഗാമികളൊക്കെ 6 മാസം കരയുമെന്നാണ്. 6 മാസം കരയും. എന്തിനാ കരയുന്നത്? ബഅദ റമദാൻ യസ്അലൂന അല്ലാഹൽ ഖുബൂൽ. റമദാൻ കഴിഞ്ഞ 6 മാസം കരയാം. എന്തിനാ കരയുന്നത്? അവരല്ലാഹുവിനോട് ചോദിക്കുമെന്നല്ല കബൂൽ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അടുത്ത 6 മാസം അവരുടെ പ്രാർത്ഥന എന്താ? ആ റമദാനിൽ ജീവിക്കാനുള്ള തൗഫീക്ക് കൊണ്ടായെന്നാണ്. കഴിഞ്ഞ 6 മാസത്തിൽ റമദാനിൻ്റെ ആ ഒരു തഖ്വ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്നാണ്. ഒരു 11 മാസം ആ റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ സലഫുകൾക്കുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഹോദരന്മാർ. അതുപോലെ തന്നെ ഈ റമദാൻ നമ്മളിലേക്ക് വന്നിട്ടും നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം പാപങ്ങൾ ചെയ്തവരാണ് നമ്മളെല്ലാവരും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും എല്ലാ ചെറുതും വലുതുമായ പല പാപങ്ങൾ ചെയ്തവരാണ് ഈ ഉള്ളവനും നിങ്ങളുമൊക്കെ. ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ പാപങ്ങൾ ഈ റമദാനോട് കൂടി പൊറുക്കപ്പെടാനുള്ള രൂപത്തിൽ ഈ റമദാൻ നമുക്ക് മുതലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റമദാനിനെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ച 2 ഹദീസുകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഹദീസുകളുണ്ട്. മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രാത്രി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങൾ അത് നമുക്ക് പൊറുക്കപ്പെടാനുള്ള രൂപത്തിൽ പൊറുക്കലിന് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, റഹിമ അൻഫു റജുലിൻ, ഒരാൾ മുഖം കുത്തി മൂക്ക് കുത്തി നരകത്തിലേക്ക് വീഴട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി ആമീൻ പറയാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂൽ ആമീൻ പറഞ്ഞത്? 3 ആമീൻ റസൂലുള്ളാഹി പറഞ്ഞു. കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ ആമീൻ പറഞ്ഞത്? അതിലൊരു കാര്യമെന്തേ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ദക്കർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേര് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ മുഖം കുത്തി നരകത്തിലേക്ക് പതിക്കട്ടെ. വറഹിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ. അയാൾക്ക് റമദാൻ കിട്ടി. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ റമദാൻ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത കുറേ ആളുകളുണ്ട്. നമുക്ക് റമദാൻ കിട്ടി. അല്ലാണ്ട് റസൂൽ പറയാണ്, ദഖല അലൈഹി റമദാൻ സുമ്മൻ സലഖ ഖബല അൻ യുഗ്ഫർ ലഹു. എന്നിട്ട് ആ റമദാൻ അവൻ വിട പറഞ്ഞ് പോകുമ്പോൾ അവൻ്റെ പാപം പുറത്തിട്ടില്ലെങ്കിൽ അവനും നരകത്തിലേക്ക് മുഖം കുത്തി വീഴട്ടെ എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ആ പാപമോചനം നടത്തിയിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉചഖാ.
ഓരോ നോമ്പ് തുറൻ്റെ സമയത്തും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. വദാലിക കുല്ലു ലൈല, എല്ലാ ദിവസങ്ങളിലും അള്ളാഹു റമദാനിലെ എല്ലാ ദിവസങ്ങളും ആളുകളെ നരകത്തിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിക്കുമ്പോൾ അതിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതിനുവേണ്ടി മാത്രമുള്ള പാപമോചനങ്ങളും തൗബകളും ഇസ്തിഗ്ഫാറുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ പറയുന്ന റമദാനിന് മുമ്പെങ്കിലും നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ലാതെ നാളെ ആ പെരുന്നാൾ ദിവസത്തിലേക്ക്, പെരുന്നാളിൻ്റെ പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കേണ്ടതിന് സഹോദരന്മാരെ. ഈ റമദാൻ കിട്ടിയിട്ടും നമ്മളെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നരകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു അറാബി വരാണ്. അറാബി വന്നുകൊണ്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ, സ്വർഗത്തിൽ പോകാൻ പറ്റിയ കാര്യങ്ങൾ പഠിപ്പിക്കണം. നബി പറഞ്ഞു, അള്ളാഹനെ മാത്രം ആരാധിക്ക്, നിസ്കരിക്ക്, നോമ്പനുഷ്ഠിക്ക്, സ്വതക്ക കൊടുക്ക്, നോമ്പനുഷ്ഠിക്ക്. അറാബി പറഞ്ഞു, റസൂലെ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, അതിനൊരു വീഴ്ചയില്ല, എന്ത് വന്നാലും ഈ കാര്യങ്ങൾ, നിങ്ങൾ പറയപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിർബന്ധമായിട്ടും ചെയ്യുമെന്ന് ആ അറാബി പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി പറയണതാ, സ്വർഗത്തേക്ക് പോകുന്നൊരു മനുഷ്യനെ കാണണമെങ്കിൽ അറാബിനെ നോക്കിക്കോളൂ എന്നാണ്. റമദാൻ മാസം നോമ്പോറ്റിട്ട് അതിൻ്റെ പേരിലൊക്കെയാണ് അവരൊക്കെ സ്വർഗത്തിലേക്ക് പോയത് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ റമദാൻ വന്നിട്ടും നമ്മളെ തെറ്റുകൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമാണ് ഈ റമദാൻ കൊണ്ട് നമുക്കുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആയുസ്സിലെ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു സഹോദരന്മാരെ. ഇല്ലല്ലദീന തആബു, അല്ലാഹു പറഞ്ഞല്ലോ, ഇല്ലല്ലദീന തആബു മിൻ ബഅദി ദാലിക വഅസ്ലഹു. എന്നാൽ തൗബ ചെയ്തവർ, അതിനുശേഷം വഅസ്ലഹു, ജീവിതം നന്നാക്കിയവർ, ഇന്ന് തൗബ ചെയ്തിട്ട് നാളെ പെരുന്നാളിന് ഇറങ്ങി എല്ലാ തിന്മകളും ചെയ്യലല്ല, വഅസ്ലഹു, അവരുടെ ജീവിതം നന്നാക്കി, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് തൗബ ചെയ്യൂ. ഇന്ന റബ്ബി റഹീമും വദൂദ്, അള്ളാഹിൻ്റെ വിശേഷണമാണ് പറഞ്ഞത്. ഇന്ന റബ്ബി, നിശ്ചയമായും എൻ്റെ റബ്ബ് റഹീമാണ്, വദൂദാണ്, അത് വളരെ സ്നേഹ താല്പര്യമുള്ളവനാണ് നമ്മോട്. നമ്മളൊന്ന് കൈ ഉയർത്തിയാൽ, അല്ലാഹുവെ ഒന്ന് പുറത്തു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പുറത്തു തരും അല്ലാഹു. എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരും. നമ്മൾ നമ്മുടെ ഖുതുബകളിലൂടെ അതിൻ്റെ തൗബയുടെ പവിത്രതയും അതിൻ്റെ ഗൗരവമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പശ്ചാത്തപിക്കണം സഹോദരന്മാരെ. അതുപോലെ തന്നെ ഈ റമദാൻ വിട പറയുന്നതോടു കൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിശാചിനെ കരുതുക എന്നുള്ളതാണ്. നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ പിശാചിനെ തുറന്നു വിടുകയാണ്. ചങ്ങലകളിൽ ബന്ധിച്ച ആ പിശാചിനെ തുറന്നു വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പിശാചിൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇന്നലകളിൽ നമ്മൾ കേട്ടു. പിശാച് നമ്മളിലേക്ക് എങ്ങനെയൊക്കെ വരുമെന്നുള്ള രീതികൾ. അതുകൊണ്ട് ആ പിശാചിനെ കരുതിയിരിക്കണം. കാരണം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, നിശ്ചയമായും ദേഹങ്ങൾ, ശരീരങ്ങൾ, മനസ്സുകൾ ലഅമ്മാറത്തും ബിസ്സൂ, തെറ്റിലേക്കാണ്, ചീത്ത പ്രവർത്തനങ്ങളിലേക്കാണ് ചായ്വുള്ളത്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കിട്ടിയവർക്കൊഴികെ. ആ കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം നന്നാവണം സഹോദരന്മാരെ. എന്നിട്ട് യൂസുഫ് നബി പറയാണ്, ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് ഗഫൂറാണ്, പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് പലപ്പോഴും തിന്മകളിലേക്കാണ് കൂടുതൽ ചായ്വുണ്ടാവുക. അവിടെ ശൈത്താൻ നന്നായി പണിയെടുക്കുമെന്നാണ്. നല്ല പണികൾ ശൈത്താൻ എടുക്കും. കാരണം ഇനി മുതൽ ശൈത്താനെ ആ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, ആ നേരായ പാതയിൽ അവരെ വഴികേടിലാക്കാൻ, അവരെ വഴിപിഴപ്പിക്കാൻ ഞാൻ ഉണ്ടാകും. തുമ്മ ലആതിയന്നഹും, പിന്നെ ഞാൻ അവരിലേക്ക് വരും, മിൻ ബൈനി ഐദീഹിം, അവരുടെ വലതു ഭാഗത്തുകൂടെ വരും. അതുപോലെ തന്നെ വമിൻ ഖൽഫിഹിം, അവരുടെ പുറകിലൂടെ വരും. വൻ ഐമാനിയും, വലതു ഭാഗത്തൂടെ വരും. വൻ ഷമായിലെയും, അവരുടെ ഇടതു ഭാഗത്തുകൂടെ വരും. വലാ തജിദു അക്സർഹും ഷാക്കിരീൻ, കൂടുതൽ ആളുകളെയും നന്ദി കെട്ടവരായിട്ടാണ് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളെ പേപ്പിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തിലൂടെയും ശൈത്താൻ വരുമ്പോൾ ആ ശൈത്താനിൽ നിന്ന് ഒരു ശ്രദ്ധ, അവനൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. എങ്ങനെയായാലും ശൈത്താൻ വരും. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ
ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ദുനിയാവിൻ്റെ ജീവിതത്തിൽ വഞ്ചിതരാകണ്ട. എന്നിട്ട് പറഞ്ഞതെന്താ? വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ഷൈത്താൻ്റെ ആ കാലടികളെ പിന്തുടർന്നുകൊണ്ട് നീ വഞ്ചിതരാവണ്ട എന്ന് പറയുമ്പോൾ ഷൈത്താൻ വരും സഹോദരന്മാരെ, നമ്മളെ പുറകെ വരും. അതുകൊണ്ട് ആ ഷൈത്താനിൽ നിന്നൊന്ന് രക്ഷ തേടാനുള്ള കർമ്മങ്ങൾ, അതുപോലെ വിശ്വാസവും നമ്മൾ കൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ റമദാനിൽ നിന്നും വിട പറയാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ. അഫമൻ സുയ്യിന ലഹു സൂ അമലിഹി ഫറഅഹു ഹസന, ഷൈത്താൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. അഫമൻ സുയ്യിന ലഹു സൂ അമലിഹി ഫറഅഹു ഹസന, ഒരു തിന്മ ചെയ്യും, നമുക്കൊക്കെ വരുന്നൊരു കാര്യമാണത്. നമ്മളൊരു തിന്മ ചെയ്യും, എന്നിട്ട് നമ്മൾ വിചാരിക്കും ഫറഅഹു ഹസന, ഇതൊക്കെ നന്മയാണ് നമ്മൾ വിചാരിക്കും. ഫൈനല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി മൻ യശാ ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത് എന്നാണ് റസൂൽ പറഞ്ഞത്. അതൊക്കെ ശൈത്താൻ്റെ പണിയാണ്. അതുകൊണ്ട് റസൂൽ നിങ്ങൾ അവരുടെ ബാക്കിൽ പോയിട്ട് നിങ്ങളുടെ മനസ്സ് ബേജാറാക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശൈത്താൻ ഇങ്ങനെ നമ്മളെ കാര്യങ്ങളെ നന്മകളാക്കി തോന്നിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ പോവേണ്ടവരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ ദഖല റജുലു ബൈതഹു, അവൻ്റെ വീട്ടിൽ കയറാണ്. ഫദക്കറല്ലാഹ് ഇൻദ ദുഖൂലിഹി, അവനെ കയറുന്ന സമയത്ത് അള്ളാഹനെ ഓർക്കാണ്, ബിസ്മില്ല പറയാണ്. അതുപോലെ തന്നെ വഇൻദ തുആമിഹി, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറയാണ്. ഖാല ശൈത്താൻ ലാ മബീത ലക്കും വലാ അശാ, ശൈത്താൻ പറയുമെന്നാണ്, ഇല്ല നമുക്കിവിടെ താമസമില്ല, അതുപോലെ തന്നെ നമുക്കിവിടെ ഭക്ഷണമില്ല എന്ന് ശൈത്താൻ പറയുമെന്നാണ്. വഇദാ ദഖല ഫലം യുദ്കിരില്ല ഇൻദ ദുഖൂലിഹി, നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഖാല ശൈത്താൻ അദറക്തുൽ മബീത്, ദാ നമുക്കിന്നിവിടെ താമസമുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ആ ശൈത്താനെ തൊട്ട് അള്ളാഹിനോട് രക്ഷ ചോദിച്ചുകൊണ്ട് കയറണം സഹോദരന്മാരെ. എല്ലാ രംഗത്തും ഖുർആൻ ഓതുമ്പോൾ ആദ്യം പറഞ്ഞെന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം, ഇല്ലെങ്കിൽ ശൈത്താൻ വരും സഹോദരന്മാരെ. നമുക്കറിയില്ല, നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരു ശൈത്താൻ വരുമെന്നുള്ളതാണ്. നിസ്കരിക്കണ്ട എന്ന് പറയുമെന്നാണ്. അങ്ങനെ നമ്മൾ അതിനെ ഭേദിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ നിന്നാൽ ശൈത്താൻ അടുത്തതുമായി വരുമെന്നാണ്. ശൈത്താൻ പറയും, എത്ര ഇപ്പം നിസ്കരിച്ച്, 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ എന്നിങ്ങനെ നമ്മൾക്കൊണ്ട് തോന്നിപ്പിക്കും. അത് ശൈത്താൻ്റെ പണിയാണ്. പല രൂപത്തിൽ ശൈത്താൻ നമ്മളടുത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ശൈത്താനിനെ അയച്ചു വിടുകയാണ്. അതുകൊണ്ട് ആ ശൈത്താനെ തൊട്ട് ഒരു കാവലുണ്ടാകാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹോദരന്മാരെ, നമ്മളെ ആരാധനകൾ, നമ്മുടെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കുക. ഈ റമദാനിലെ ഒരു സമയങ്ങളൊന്ന് എടുത്തു നോക്കുക. പലപ്പോഴും ധാരാളം സമയങ്ങൾ ജോലി സമയം കഴിഞ്ഞാൽ പലപ്പോഴും കൂടുതൽ സമയം നമ്മൾ ചെലവഴിച്ചത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കൂടുതൽ സമയങ്ങൾ പള്ളികളിലാണ് നമ്മൾ ചെലവഴിച്ചത്. അത് കഴിഞ്ഞാൽ, റമദാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയം ഇത്രത്തോളം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചില ആരാധനകളുടെ രംഗത്ത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം നമസ്കാരമാണ്. ഹാഫിദു അലസ്വലാത്തി വസ്വലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്നാണ്. ഹാഫിദു അലസ്വലാ, നമസ്കാരത്തിന് നിങ്ങൾ സൂക്ഷിക്കൂ എന്നാണ് പറഞ്ഞത്. നമസ്കാരത്തിൻ്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കഴിഞ്ഞ 28 ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഒന്നൊരു പേപ്പർ എടുത്തോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ മനസ്സിലൊന്ന് കൂട്ടി വെക്കുക. കഴിഞ്ഞ 28 ദിവസങ്ങളിൽ 28 × 5 നമ്മളൊന്ന് കൂട്ടി വെക്കുക. ഉണ്ടാവും 28 × 5 ഏകദേശം 300-ൻ്റെ അടുത്തുണ്ടാവും. 28 × 5 കൂട്ടി വെക്കുക. 5 നേരത്തെ നമസ്കാരം നമ്മൾ കൂട്ടി വെക്കുക. ഏതൊക്കെ നമസ്കാരങ്ങളിൽ നമ്മൾ പള്ളിയിലെ ജമാഅത്തിനെത്തി നോക്കിയാൽ ഒരു 4 or 5 നമസ്കാരങ്ങൾക്കൊഴികെ ബാക്കി എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ടോ? യാത്ര പോവുകയാണെങ്കിൽ വരെ നമ്മൾ ആദ്യം എന്താ നോക്കുക? ഇന്ന് ളുഹ്ർ എവിടെ നമസ്കരിക്കും? ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്ത എന്താ? ഡ്രസ്സൊക്കെ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ബാങ്ക് വിളിക്കും. എവിടെ നമ്മൾ നമസ്കരിക്കുക? അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ അസറാണെങ്കിൽ നമ്മൾ എവിടെയാണ് യാത്ര പോകുന്നത് അവിടെയുള്ള ഒരു പള്ളി നമ്മളെ മൈൻഡിൽ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് അസർ ജമാഅത്ത് പങ്കെടുക്കണം. അതുപോലെ മഗ്രിബ് ഇന്ന പള്ളിയിൽ നിന്ന് നമ്മൾ നമസ്കരിക്കണം, ഇശാ പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും സഹോദരന്മാരെ. യാത്രകളിൽ പോലും നമ്മളങ്ങനെ പള്ളിയിൽ പോയിട്ടുണ്ട്.
ഇനിയോ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ 8:20 ഇശാ ജമാഅത്തെങ്കിൽ നമ്മളൊരു 8:15 വരിക. എന്നാൽ റമദാനിൽ നമ്മൾ എപ്പോഴാണ് വന്നതെന്ന് ആലോചിച്ചാൽ മതി. 8 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് വരും. ഇതൊക്കെ റമദാനിൽ നമുക്ക് കിട്ടിയ ബർക്കത്താണ്. ആ ബർക്കത്തൊക്കെ ഇനി ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല റമദാൻ വിട പറഞ്ഞാൽ. അതുകൊണ്ട് ജമാഅത്തിൻ്റെ കാര്യത്തിൽ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ പോലും പള്ളികളിൽ ളുഹർ ജമാഅത്തിന് ആളില്ലാതെ ഇമാമ് കാത്തു നിൽക്കുന്ന അവസ്ഥകൾ നമ്മളെ നാടുകളിൽ ഉണ്ടായിട്ടുള്ള സഹോദരന്മാരെ. റമദാൻ കഴിഞ്ഞതോടുകൂടി അള്ളാനെ മറക്കലല്ല. റമദാൻ കഴിഞ്ഞ് ആ ശവ്വാലിൻ്റെ 1 നമ്മൾ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് അന്നത്തെ ളുഹർ നമസ്കാരം പലപ്പോഴും പല ആളുകൾക്കും ജമാഅത്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ റമദാനിലെ തഖ്വ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം. പെരുന്നാളിൻ്റെ സുബഹ് ചിലപ്പോൾ നമുക്ക് കിട്ടും, പക്ഷെ ളുഹർ കിട്ടുന്നുണ്ടോ, അസ്ർ കിട്ടുന്നുണ്ടോ, മഗ്രിബ് കിട്ടുന്നുണ്ടോ, ഇശാ കിട്ടുന്നുണ്ടോ, ചിന്തിക്കേണ്ടതുണ്ട്. ഇത് റമദാൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി 11 മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ രംഗത്ത്, അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ രംഗത്ത് അല്ലാഹു തആല സ്വലാത്തുൽ ഖൗഫ് ഉണ്ടല്ലോ, യുദ്ധരംഗത്ത് നമസ്കരിക്കേണ്ട നമസ്കാരം, അവിടെ പോലും പറഞ്ഞത് നിങ്ങളെ എങ്ങനെ സാധിക്കുമോ അങ്ങനെ നമസ്കരിക്കണം. പക്ഷെ അവിടെയും പറഞ്ഞ പ്രയോഗം നമുക്ക് പരിശോധിച്ചാൽ കാണാം, ജമാഅത്തായിട്ട് 2 ടീമായി കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് അവിടെ അതിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ പോലും നമസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ സഹോദരന്മാരെ ഒരു പെരുന്നാൾ വരുമ്പോൾ നമ്മൾ നമസ്കാരം നമ്മൾ ഒഴിവാക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, നിങ്ങൾക്ക് ശേഷം ചില ആളുകൾ വരും, അല്ലാഹു സ്വലാ, നമസ്കാരം ഒഴിവാക്കും, നമസ്കാരത്തെ ഉപേക്ഷിക്കും. എന്തിനാ ഉപേക്ഷിക്കുന്നത്? വത്തബൗ ഷഹവാത്ത്, അവരുടെ ഇച്ഛകളെ പിന്തുടർന്നുകൊണ്ട് നമസ്കാരങ്ങളെ ഉപേക്ഷിക്കുന്ന ചില ആളുകൾ വരാനുണ്ട്. സുബഹിൻ്റെ നേരത്ത് ഉറങ്ങാൻ നല്ല താല്പര്യമാണ്, നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ റമദാനിലോ നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? ജോലിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ജമാഅത്തിൻ്റെ സമയമാണെങ്കിൽ റമദാനിലാണെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. റമദാൻ കഴിഞ്ഞാലോ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ രംഗത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വലാത്തുൽ ജമാഅത്തി തഫ്ളലു സ്വലാത്തുൽ ഫദ്ദി ബിസബഇൻ വഇശ്രീന ദറജ, 27 പുണ്യമാണ് സഹോദരന്മാരെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ രംഗത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടുകൂടാ. ജോലി സ്ഥലത്താണെങ്കിൽ അവിടുത്തെ പള്ളിയിലത്തെ ജമാഅത്ത് പോയി നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. വൈകുന്നേരത്തെ ആ ടീ ബ്രേക്ക് അതിനു വേണ്ടി നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തുക. മഗ്രിബും ഇശാവും പിന്നെ സുബഹും നമുക്ക് കൃത്യമായി വീടുകളിൽ തന്നെ ഉണ്ടാവും നമ്മൾ. അതുകൊണ്ട് ആ ജമാഅത്തിൻ്റെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളികൾ കാലിയാകുന്ന, റമദാൻ കഴിഞ്ഞാൽ പള്ളികളിൽ നമസ്കരിക്കാത്ത, ഇമാമ് മഅ്മൂമിനെ കാത്തു നിൽക്കുന്ന ഒരു അവസരം നമ്മുടെ നാടുകളിലോ നമ്മുടെ വീടുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ വരാൻ പാടില്ല സഹോദരന്മാരെ. പല പള്ളികളിലും ഇമാമ് കാത്തുക ചെയ്യുക, ഒരാൾ വന്നാൽ ജമാഅത്ത് നിസ്കരിക്കുക. എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഒരു പള്ളിയിൽ പോയപ്പോൾ 1 മണിക്കാണ് അവിടെ ജമാഅത്ത് നടക്കുക. യാദൃശ്ചികമായി ആ പള്ളിയിൽ പോകേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോയി. 1:30 കഴിഞ്ഞിട്ടുണ്ട്, നിസ്കാരം തുടങ്ങിയിട്ടില്ല, ഇമാമ് കാത്തുക്കുകയാണ്. എന്നാലേ നമ്മൾ റമദാനിൽ എടുത്തു നോക്കുക, ഇമാമ് കാത്തുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല സഹോദരന്മാരെ. അതുകൊണ്ട് പള്ളികൾ കാലിയാക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായി ജമാഅത്തിന് എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ ജോലി സ്ഥലത്ത് അടുത്ത പള്ളിയിൽ നമ്മളതൊന്ന് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. റമദാൻ കഴിയുന്നതോടുകൂടി ജമാഅത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ പലപ്പോഴും നമ്മൾ 12 റവാത്തിബ് റക്അത്തുകൾ നമസ്കരിക്കാറുണ്ട്. അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം സഹോദരന്മാരെ. അതിനൊക്കെ കുറഞ്ഞ സമയങ്ങൾ മതി. അതിൻ്റെ പ്രതിഫലം നമുക്കറിയാം. സ്വർഗത്തിലൊരു വീടാണ് നമുക്ക് കിട്ടുക. റവാത്തിബ് നമസ്കാരം നിർവഹിച്ചാൽ സ്വർഗത്തിലൊരു വീട് കിട്ടുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ട ഇത് ഉദ്ധരിച്ച ഉമ്മു ഹബീബ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇതാ ഈ ഹദീസ് ഞാൻ കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ഇതാണ് സ്വഹാബത്തിൻ്റെ ചിന്തകൾ. സ്വർഗം കിട്ടും അവിടെ ഉണ്ട് അവർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും വിശപ്പ് സഹിച്ച് ഏറ്റവും ത്യാഗം സഹിച്ച് റസൂലിൻ്റെ ദീനിനെ സ്നേഹിച്ച സ്വഹാബിയാണ് അബൂ ഹുറൈറ. പല ദിവസങ്ങളിലും ളുഹറിൽ പള്ളിയിൽ ബോധം കെട്ട് വീഴുന്ന അബൂ ഹുറൈറ. അബൂ ഹുറൈറയുടെ മകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബാപ്പാ
എനിക്ക് നിങ്ങളെന്താ ആഭരണങ്ങളൊന്നും വാങ്ങിത്തരാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ആഭരണങ്ങൾ പെൺകുട്ടികളാകുമ്പോൾ ആഭരണം ധരിക്കാറിന് ഭയങ്കര ഇഷ്ടമായിരിക്കും, താല്പര്യമായിരിക്കും. അബൂ ഹുറൈറയോട് ചോദിക്കുകയാണ്, എന്താ ആഭരണം വാങ്ങിത്തരാത്തതെന്ന്. അബൂ ഹുറൈറ പറയുന്നൊരു വാക്കുണ്ട്, മോളെ എനിക്ക് ഈ ദുന്യാവിലെ ആഭരണമല്ല ഞാൻ കാത്തു വെച്ചിട്ടുള്ളത്, സ്വർഗത്തിൽ എനിക്കൊരു വീട് ലഭിക്കുന്നതിനാണ് ഒരു ആഭരണത്തേക്കാൾ എനിക്ക് സന്തോഷമെന്ന് പറയുന്ന അബൂ ഹുറൈറയെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ അങ്ങനെയായിരുന്നു. സുന്നത്ത് നമസ്കാരത്തിൻ്റെ രംഗത്ത് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട അംബസാർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഉമ്മു ഹബീബയിൽ ഞാനത് കേട്ടതിന് ശേഷം ഞാൻ അവ ഉപേക്ഷിച്ചിട്ടില്ല. അത് കേട്ട അംർ ബിൻ ഔസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അംബസയിൽ നിന്ന് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് കേട്ട നുഅ്മാൻ ഇബ്നു സാലിം റളിയല്ലാഹു പറയുന്നുണ്ട്, അംർ ബിൻ ഔസിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാൻ ആ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഒരു ജീവിതത്തിലേക്ക് നമ്മളും മാറേണ്ടതിൻ്റെ സഹോദരന്മാരെ. സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കാനുള്ളതല്ല സഹോദരന്മാരെ, അതൊക്കെ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്, അതിന് വേണ്ടി നമ്മൾ സമയങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ റമദാൻ വിട്ടുപിരിയുന്നതോടുകൂടെ, വിട പറയുന്നതോടുകൂടെ നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകാൻ പാടില്ല. നമ്മളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ റമദാനിൽ നമ്മൾ നോമ്പ് വെച്ചിട്ടുണ്ടാവും. ഈ റമദാൻ വരുവോളും ചിലപ്പോൾ 2, 3, 4 നോമ്പുകൾ മാത്രമേ നമ്മൾ നോറ്റിട്ടുണ്ടാവുള്ളൂ. സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്തേ? ആകാശഭൂമികൾക്കിടയിലുള്ള വ്യാപ്തം ദൂരം എത്രയുണ്ടോ അത്രയും ദൂരം അവൻ്റെ മുഖത്തെ ആ നരകത്തെ തൊട്ടും അള്ളാഹു അകലമാക്കുമെന്ന് പറയുമ്പോൾ എത്ര സുന്നത്ത് നോമ്പുകൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ എടുത്തു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ റമദാൻ നമ്മൾ ജീവിച്ചു, ഈ റമദാൻ നമ്മൾ ജീവിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് 11 മാസം വന്നിട്ട് മുഹറം 9, 10 അറഫ നോമ്പ്, അങ്ങനെ വിരലെണ്ണാവുന്ന ഏറ്റവും പ്രബലമായി പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളല്ലാതെ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പ് നോൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ എന്നോടടക്കം ചോദിക്കുന്ന ചോദ്യമാണിത്. അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പ് നോറ്റാൽ ധാരാളം പ്രതിഫലമുണ്ട്. അയ്യാമുൽ ബീദിന് പ്രതിഫലമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ നോറ്റിട്ടുണ്ടോ എന്ന് നമ്മൾ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലേ, ഈ ഒരു വർഷം തുടർന്ന് വരുന്ന ഒരു 11 മാസത്തിൽ നോമ്പുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ട സഹോദരന്മാരെ. മാസത്തിലെ 3 ദിവസത്തെ നോമ്പ്, അതുപോലെ തന്നെ ശവ്വാലിൽ 6 നോമ്പ്. പലപ്പോഴും റമദാൻ കഴിയുന്നതോടുകൂടെ എല്ലാവരും നോമ്പിനാണ് മാറിക്കണേ. ഇല്ല സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് പിന്നെ തുടങ്ങുന്ന നോമ്പാണ് ശവ്വാലാണ്. ഒരു കൊല്ലം നോമ്പ് നിശ്ചിത പ്രതിഫലമാണ്, ഒരിക്കലും ഉപേക്ഷ വരുത്തിക്കൂടാ. 6 നോമ്പ് നമ്മൾ നിർബന്ധമല്ലെങ്കിലും ആ നിർബന്ധ ബുദ്ധിയ നമ്മളത് നോൽക്കണം സഹോദരന്മാരെ. അതുപോലെ തന്നെ ധാരാളം നോമ്പുകളുണ്ട്, അയ്യാമുൽ ബീദുകളുണ്ട്. ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ നോമ്പുകളുണ്ട്. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, താസുആ ഉണ്ട്, ആശൂറ ഉണ്ട്, അറഫ നോമ്പുണ്ട്. ശഅബാനിലെ പകുതിയിലധികം ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോമ്പുകളാണ്. ഈ റമദാൻ കഴിയുന്നതോടുകൂടെ നോമ്പ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമ്മൾ നോമ്പ് നോൽക്കണം, സുന്നത്ത് നോമ്പുകൾ നോൽക്കണം. അസ്സൗമു ജുന്ന എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നോമ്പൊരു പരിചയമാണ്. നമുക്ക് തെക്കുവ നൽകുന്ന തിന്മകളിൽ നിന്നൊക്കെ നമ്മളെ വിട്ടു നിൽക്കുന്ന ഒരു പരിചയമാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ നോമ്പ് നോൽക്കണം നമ്മൾ സഹോദരന്മാരെ. യുവാക്കളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, യാ മാശർ ശബാബ് മൻ ഇസ്തതാ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, നിങ്ങൾക്ക് കഴിവെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. ഫൈന്നഹു അഗദ്ദു ലിൽ ബസർ, അതാണ് നിങ്ങളെ കണ്ണുകൾ താഴ്ത്താൻ നിങ്ങൾക്ക് ഉത്തമം. വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾക്ക് അതാണ് നന്മ എന്ന് പഠിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി പറയാണ്, വമൻ ലൻ യസ്തതി, നിങ്ങൾക്ക് സാധിക്കൂലേ, വിവാഹം കഴിക്കാൻ സാധിക്കൂലേ, എന്ത് ചെയ്തോളൂ, ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ നോമ്പെടുത്തോളൂ. ഫഇന്നഹു ലഹു വിജാ, അത് നിങ്ങൾക്കൊരു പരിചയമാണ്, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പരിചയമാണ്. നമ്മൾ ശീലിച്ചവരാണ്. ഈ 1 മാസം എടുത്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല, ആരെയും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല, ആരെയും പറ്റിച്ചിട്ടുണ്ടാവില്ല, നുണ പറഞ്ഞിട്ടുണ്ടാവില്ല, ഏഷണി പറഞ്ഞിട്ടുണ്ടാവില്ല, പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു പരിചയമാണ്. ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പാണെന്ന്, ഞാൻ ആരെയും കുറ്റം പറയില്ല, ഞാൻ തിന്മ ചെയ്യൂല, ഞാൻ ഹറാമ് ചെയ്യൂല, ഞാൻ കറാഹത്ത് ചെയ്യൂല എന്നുള്ളൊരു ബുദ്ധി ഉണ്ടാവും നമുക്ക് നോമ്പുകാരനാവുമ്പോൾ. അത് ഇനിയും നമുക്ക് കൊണ്ടുവരണം സഹോദരന്മാരെ. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, റമദാന് കഴിഞ്ഞിട്ടും ഒരാൾ നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ റമദാന് നോമ്പ് സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം സഹോദരന്മാരെ. അതുപോലെ തന്നെ
ഈ റമദാനിലൂടെ, ഖുർആൻ ഇറങ്ങിയ മാസമായ റമദാനിലൂടെ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആന ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ നമ്മൾ പല ആവർത്തി നമ്മൾ ഓതിയിട്ടുണ്ട്. ഒരു ഖത്തും തീർത്തവരുണ്ട്, 3 ഖത്തും തീർത്തവരുണ്ട്, 5 ഖത്തും തീർത്തവരുണ്ട്, 10 ഖത്തും തീർത്തവരുണ്ട്, 20 ഖത്തും തീർത്തവരുണ്ട്. ധാരാളമായി ഖുർആൻ ഓതിയ ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരെ. എന്നാൽ നമ്മൾ കഴിഞ്ഞ റമദാനിലേക്ക്, ഈ റമദാനല്ല, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നമ്മുടെ ഖുർആൻ പാരായണം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ ഒരു ഖത്തും പോലും നമ്മൾ തീർത്തിട്ടുണ്ടാവില്ല. വേണ്ട, ഒരു ജുസു പോലും ചിലപ്പോൾ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ്, കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ഈ റമദാൻ വരെ നമ്മൾ ഓതിയിട്ടുണ്ടാവില്ല. എന്നാൽ ഈ റമദാനിലോ നമ്മൾ ധാരാളം ഖത്തുകൾ നമ്മൾ ഓതിയിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട്, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 2 മാസത്തിൽ ഒരു തവണയെങ്കിലും ഖുർആൻ ഓതി തീർക്കാനുള്ളൊരു നീയത്ത് ഞാനൊരു മിനിമം പറഞ്ഞതാണ്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു നമസ്കാരം കഴിഞ്ഞ് 2 പേജ് ഓതിയാൽ മതി, ഒരു 5-10 മിനിറ്റ് മതി നമുക്ക്. അങ്ങനെ ആകുമ്പോൾ 2 മാസം കൊണ്ട് നമുക്ക് ഖുർആൻ ഒരു ഖത്തും തീർക്കാം. നേരെ മറിച്ച് ഇന്നിങ്ങോട്ട് ഖുർആനൊക്കെ അടച്ചു വെച്ച്, പള്ളികളിലെ ഖുർആനൊക്കെ ഷെൽഫിലേക്ക് കയറി, വീട്ടിലെ ഖുർആനൊക്കെ ഏറ്റവും മുകളിലെ ഷെൽഫിലേക്ക് വെച്ച് അത് നിർത്താനുള്ളതല്ല സഹോദരന്മാരെ. ഇനിയുള്ള 11 മാസങ്ങളിൽ റസൂൽ പറഞ്ഞല്ലോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ പരാതി പറയുമെന്നാണ്. എന്താ പറയുന്നത്? ഇന്ന ഖൗമി, എൻ്റെ ജനത, വേറെ ജനത അല്ല, എൻ്റെ ജനത, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എൻ്റെ ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവരവിടെ ഖുർആനിനെ അവർ തള്ളിക്കളഞ്ഞവരാണ് എന്ന് പറയുമ്പോൾ കേവലം ഈ റമദാൻ മാസത്തിൽ മാത്രം ഖുർആനുമായുള്ള ബന്ധമല്ല സഹോദരന്മാരെ നമുക്ക് ഉണ്ടാവേണ്ടത്. റമദാൻ കഴിഞ്ഞാലും ഖുർആൻ മാത്രം. അതുപോലെ തന്നെ ഖുർആൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. നമ്മുടെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് കൊണ്ട് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ ശാഖകളിലും ഖുർആൻ ക്ലാസ്സുകളുണ്ട്. എല്ലാ ശാഖയിലും 5 ശാഖ ഉണ്ടെങ്കിൽ 5 ശാഖയിലും ഖുർആൻ ക്ലാസ്സുകൾ സ്ഥിരമായി നടക്കുന്നുണ്ട്. ആ പഠനങ്ങൾ അവിടെ നമ്മളുണ്ടോ, നമ്മുടെ കുടുംബമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വഖാല റസൂലു ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറഞ്ഞല്ലോ, തള്ളിക്കളഞ്ഞ ആളുകൾ, അവരിൽ നമ്മൾ പെട്ടുപോകും സഹോദരന്മാരെ. അതുകൊണ്ട് ഖുർആൻ പഠന രംഗത്ത് കൃത്യമായൊരു പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ രംഗത്ത് കൃത്യമായൊരു പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഒരർഫ് ഓതിയാൽ 10 പ്രതിഫലം സഹോദരന്മാരെ. ഒരർഫ് ഓതിയാൽ മതി, 10 പ്രതിഫലമാണ്, 10 ദറജ നമുക്ക് കിട്ടുകയാണ്. എത്ര നമുക്ക് ഖുർആൻ ഓതാം. ഇപ്പം നല്ല സൗകര്യമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഫോണുകളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളെ പള്ളികളിൽ കൂടുതലും ഖുർആൻ മുസഫുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്ന് പള്ളികളിലൊക്കെ മുസഫ് കുറഞ്ഞു. എന്തേ കാരണം? നമ്മളെ ഫോണുകളിൽ, എല്ലാവരുടെ ഫോണിലും ഖുർആനുണ്ട്. യാത്രകൾ നമുക്ക് ഓതാം, വെറുതെ ഇരിക്കുമ്പോൾ ഓതാം, ജോലി സ്ഥലത്ത് ഫ്രീ ടൈം കിട്ടണം അപ്പം നമുക്ക് ഓതാം. അങ്ങനെ ഖുർആൻ ഓതുന്ന രംഗത്ത്, പാരായണ രംഗത്ത് ഒരു കൃത്യമായൊരു പ്ലാന് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുപോലെ തന്നെ ഈ ഖുർആൻ ഓതുമ്പോഴാണ് ഖുർആൻ നമുക്ക് സാക്ഷിയായി വരുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും അവൻ്റെ അടിമകൾക്ക് ശുപാർശകരായി വരുമെന്നാണ്. യഖൂലു സിയാം ഐ റബ്ബ് മനഅതുഹു തുആം വശവത് ഫശഫഅനി ഫീഹി. നോമ്പ് പറയുമെന്നാണ്, അവനവൻ്റെ ഇച്ഛകളെയും അവൻ്റെ ഭക്ഷണത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്തിനാ? എനിക്ക് വേണ്ടി. അതുകൊണ്ട് അവനെ ശുപാർശ ചെയ്യുമെന്ന് നോമ്പ് പറയുമ്പോൾ വയഖൂൽ ഖുർആൻ, ഖുർആൻ പറയുമെന്നാണ്, മനഅതുഹു നൗമ ബില്ലൈൽ. അവനവൻ്റെ രാത്രിയിലെ ഉറക്കത്തെ എന്നെ കൊണ്ട് തടഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണം എന്നെ ഓതിക്കൊണ്ട് അവനെ ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫശഫഅനി ഫീഹി, അവനെ ശുപാർശ ചെയ്യണമേ എന്ന് ഖുർആൻ പറയുമെന്നാണ്. അതുകൊണ്ട് ഖുർആൻ ശുപാർശ പറയുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഈ ഒരു റമദാനിലൂടെ നമ്മൾ ഏറ്റവും ആർജിച്ചെടുത്തൊരു കഴിവാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഖിയാമുൽ ലൈലുകളായും തറാവീഹുകളായൊക്കെ നമ്മൾ ദീർഘനേരം നമസ്കരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അതൊന്നും ഈ ഒരു റമദാനോട് കൂടെ നിർത്തിവെക്കേണ്ടതല്ല. അതാണ്ട് റസൂൽ പഠിപ്പിച്ചല്ലോ, അഫ്ദലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസത്തിലെ നോമ്പാണ്. റമദാൻ മാസത്തെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പെന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ പറയാണ്, വ അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ. നമസ്കാരങ്ങളിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നമസ്കാരം സ്വലാത്തുൽ ലൈലാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾക്കാണ് ആ ശ്രേഷ്ഠത ഉള്ളത്.
അള്ളാഹു പഠിപ്പിച്ചല്ലോ, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്. വമിനൽ ലൈലി, രാത്രിയിൽ ഫതഹജ്ജദ് ബിഹി, നീ തഹജ്ജുദ് നമസ്കരിക്കണം. നാഫിലത്തലക്ക, നിനക്ക് സുന്നത്താക്കപ്പെട്ട ഐച്ഛികമാക്കപ്പെട്ട തഹജ്ജുദ് നമസ്കരിക്കണം. അസാ അൻ യബ്അസക റബ്ബുക മഖാമ മഹ്മൂദ, എന്നാൽ ഏറ്റവും സുസ്ഥിരമായ ഏറ്റവും നല്ലൊരു സ്ഥാനം അള്ളാഹു നിനക്ക് തരുമെന്ന് പറയുമ്പോൾ റമദാനോട് കൂടെ നമ്മുടെ തഹജ്ജുദുകൾ അവിടെ മരിക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചരിത്രം നമ്മൾ കേട്ടവരാണ്. അദ്ദേഹം എഴുന്നേൽക്കും, നിസ്കരിക്കും, ഭാര്യനെ വിളിക്കും, ഭാര്യ നിസ്കരിക്കും, മക്കളെ വിളിക്കും, നിസ്കരിപ്പിക്കും. എന്ത് രസമാണ് ആ വീട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം, അദ്ദേഹം നമസ്കരിക്കും, അദ്ദേഹത്തിൻ്റെ ഉമ്മ നമസ്കരിക്കും, അദ്ദേഹത്തിൻ്റെ ഭാര്യ നമസ്കരിക്കും, അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ചുണർത്തി തഹജ്ജുദ് നമസ്കരിക്കുമെന്നാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിലേക്കും തഹജ്ജുദ് നമസ്കാരത്തെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി, അവരവരുടെ വിരിപ്പിടങ്ങളെ വിട്ടുനിന്നുകൊണ്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് വരും. എന്നിട്ടോ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാ, അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പ്രതീക്ഷയോടുകൂടെ ഭയത്തോടുകൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് കിട്ടിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. വിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി കുറച്ചുറങ്ങുള്ളൂ. റമദാൻ നമ്മൾ എടുത്തു നോക്കുക, ഒരു 12 മണി വരെ നമ്മൾ ഈ പള്ളിയിലൊക്കെ നമുക്കറിയാം 2 മണിക്കാണ് തഹജ്ജുദ്. 12 മണി വരെ ഖുർആൻ ഓതി കേവലം 2 മണിക്കൂറൊക്കെ ഉറങ്ങി ഖിയാമുൽ ലൈലിൽ എഴുന്നേൽക്കുന്ന ആളുകളുടെ സഹോദരന്മാർ കുറച്ച് ഉറങ്ങുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അങ്ങനെ അവരെ ആ പ്രഭാത സമയത്തെത്തുമ്പോൾ തായ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹിനോട് പാപമോചനം തേടുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് തഹജ്ജുദ് നമസ്കാരം നമ്മൾ കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് കെട്ടുവോളം നമസ്കരിച്ചിരുന്നു എന്നാണ്. കാലിൽ വേദനയായിട്ട് നീര് കെട്ടി നമസ്കരിക്കുമ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അഫല അകൂന അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമാവേണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും കടന്നു വരാത്തത്? അതുകൊണ്ട് ഇനിയുള്ള റമദാൻ കഴിഞ്ഞാലുള്ള ദിവസങ്ങളിലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ധാരാളമായി പ്രാർത്ഥിച്ചവരാണ് റമദാനിൽ. അള്ളാഹിനോട് ധാരാളമായി നമുക്കറിയാം, പള്ളികളിലേക്കൊക്കെ വരുമ്പോൾ പല ആളുകളും നമസ്കാരത്തിന് മുമ്പ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? നോമ്പ് തുറക്കാൻ പോകുമ്പോൾ അവിടെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹ്ക്ക് നല്ല പേരുകളുണ്ട്, സിഫത്തുകളുണ്ട്, അത് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്താൻ പാടില്ല സഹോദരന്മാരെ. ഇനിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയണം, ദാ അള്ളാഹു അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, ആര് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്ന് അള്ളാഹു നമ്മളെ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന മരിക്കാൻ പാടില്ല. റമദാൻ കഴിഞ്ഞാലും പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുപോലെ തന്നെ റമദാനിൽ ധാരാളമായി സ്വതക്കകൾ നൽകിയവരാണ് നമ്മൾ ഓരോരുത്തരും. ധാരാളം സ്വതക്ക നൽകിയിട്ടുണ്ട്. അത് ഇനിയും തുടരണം. നമുക്കറിയാം 2 മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് വരുമെന്നാണ്. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫിഹി ഇല്ലാ മലക്കാനി യൻസിലാനി ഫയഖൂൽ അഹദുഹുമാ, അതിൽപ്പെട്ട ഒരു മലക്ക് പറയും, ആതി മുംഫിക്കൻ ഖലഫ, ചെലവഴിക്കുന്നവർക്ക് ഇനിയും കൊടുക്ക്, ധാരാളമായി കൊടുക്ക് എന്നിങ്ങനെ പ്രാർത്ഥിക്കും. രണ്ടാമത്തെ മലക്കോ വയഖൂലുൽ-ആഖർ അല്ലാഹുമ്മ ആതി മുംസിക്കൻ തലഫ, ആരാണോ തടഞ്ഞു വെച്ചത്, ആരാണോ പിശുക്ക് കാണിച്ചത്, അവന് നാശം കൊടുക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്. ഇത് നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ കാണാൻ പറ്റും സഹോദരന്മാരെ. സ്വതക്ക കൊടുക്കുന്നവർക്ക് അള്ളാഹു ധാരാളമായി വീണ്ടും കൊടുക്കും. ഒന്നും കൊടുക്കാതെ പിശുക്ക് കാണിച്ചവർക്കോ അവർക്ക് വലിയ ആഫത്തുകളും മുസീബത്തുകളും വന്ന് അവരുടെ സമ്പത്ത് വേറെ വഴികളിലേക്ക് പോകുന്ന രൂപം പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ റമദാൻ കഴിഞ്ഞാൽ സ്വതക്കകൾ നിർത്താൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്തതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രംഗത്തും ചെലവഴിക്കുക. അള്ളാഹു പറഞ്ഞല്ലോ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ധനം ചെലവഴിക്കുന്നുണ്ട്. സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്വതക്ക കൊടുക്കുന്നവരാണവർ. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്ന് ഉറപ്പാണ് സഹോദരന്മാരെ.
വലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കണ്ട. വലാ യഹ്സനു വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കണ്ട, എൻ്റെ പൈസ പോയല്ലോ, ദുഃഖിക്കണ്ട. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാൻ്റെ അടുത്ത് അവർക്കുള്ള പ്രതിഫലം അവിടെ ഉണ്ട് സഹോദരന്മാരെ, കൊടുത്താൽ നമുക്ക് നഷ്ടാവില്ല. അതുകൊണ്ട് സ്വതക്കകൾ ജീവിതത്തിൽ വീണ്ടും തുടരേണ്ടതുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, സ്വന്തം ഭാര്യയ്ക്ക് ആ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് പോലും സ്വതക്കയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു നീയത്തോടു കൂടെ നമ്മളെ മക്കളെ തീറ്റിപ്പിക്കാൻ, നമ്മളെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ ഒരു നീയത്തുമാണ്, ഒരു സ്വതക്കയാണ് എന്നുള്ളത്. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് സ്വതക്കയാണ് സഹോദരന്മാരെ. ആ ഒരു ചിന്ത, ഒരു നീയത്ത് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. പിന്നെ നോക്കൂ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറ വദ്ദറ, ദുഃഖത്തിലും പ്രയാസത്തിലും അവരെന്ത് ചെയ്യും? സ്വതക്കയും. വൽ ഖാദിമീനൽ ഖൈദ, കോപത്തെ അടക്കി നിൽക്കും. വൽ ആഫീന അന്നിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അവിടെയും സ്വതക്ക ചെയ്യാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ ഫിത്ർ സക്കാത്തുകൾ നമ്മൾ കൊടുക്കേണ്ടത് സഹോദരന്മാരെ. പലപ്പോഴും ഫിത്ർ സക്കാത്തുകൾക്ക് നമ്മൾ കൊടുക്കും, സ്വതക്കൻ്റെ അല്ലെങ്കിൽ സക്കാത്തിൻ്റെ രംഗത്ത് പലപ്പോഴും പല ആളുകൾക്കും ഭയങ്കര പ്രയാസങ്ങളാണ്, കൊടുക്കാൻ ഭയങ്കര മടിയാണ്. പല കാരണങ്ങൾ, പല ചോദ്യങ്ങൾ ചോദിച്ചു അതൊന്ന് ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. കേവലം ഒരു 46,000 റുപ്യ ഉണ്ടെങ്കിൽ ചെറിയൊരു പൈസയാണ് സക്കാത്തിനൊക്കെ വരിക. അതൊക്കെ നമ്മൾ കൊടുക്കണം സഹോദരന്മാരെ. ചെറിയൊരു പൈസ 2,500 എത്ര, ആ ഒരു ചെറിയൊരു സംഖ്യയാണ് ഉണ്ടാവുക. കറക്റ്റ് കണക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ സക്കാത്തുകളൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റമദാൻ നമ്മൾ വിട്ടുപിരിയുമ്പോൾ, വിട പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഖാമത്തോടു കൂടെ നിലകൊള്ളുക എന്നുള്ളതാണ്. എല്ലാ രംഗത്തും ഒരു ഇസ്തിഖാമത്ത്. നമുക്കിപ്പോൾ ഒരു ഇസ്തിഖാമത്തുണ്ട്, നിസ്കാരത്തിലൊരു ഇസ്തിഖാമത്തുണ്ട്, നമ്മുടെ തൗഹീദിലൊരു ഇസ്തിഖാമത്തുണ്ട്, നമ്മളെല്ലാ കർമ്മങ്ങളിലും ഒരു ഇസ്തിഖാമത്തുണ്ട്. ഒരു നേരായ ചൊവ്വായ നിലപാട് അത് നമ്മൾ ഈ റമദാൻ കഴിഞ്ഞാലും കൊണ്ടുവരണം സഹോദരന്മാരെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, പറഞ്ഞ ആളുകളാണ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ. സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോടു കൂടെ റമദാൻ കഴിയുന്നതോടു കൂടെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു കൂടെ സഹോദരന്മാരെ. അതുകൊണ്ട് ഇസ്തിഖാമത്തോടു കൂടെ നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് എന്നാണ്. അതാണ് അള്ളാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, വലാ തകൂനു കല്ലത്തി നഖദത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നല്ല ശക്തിയായ കയറൊക്കെ പിരിച്ച്, അല്ലേ, ഇപ്പം നമ്മൾ നല്ലൊരു കയറുണ്ടാക്കിയിട്ടുണ്ട്, അള്ളാഹുമായി നല്ലൊരു ബന്ധം ഇപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പെരുന്നാളോട് കൂടെ ഒരു ടൂർ പോയി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടെ തിന്മകൾ ചെയ്ത് ആ ഒരു കയറ് പിരിച്ച് കളഞ്ഞ് അത് പിരിയുടച്ച് കളയുന്ന രൂപത്തിൽ, ആ കയറ് നല്ല ഉറപ്പുള്ള കയറുണ്ടല്ലോ, അതൊക്കെ പിച്ചി പോകുന്ന രൂപത്തിലാക്കരുത് എന്ന് അള്ളാഹു നമ്മളോട് പറയാണ്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ഇസ്തിഖാമത്തോടു കൂടെ നമ്മൾ മാറ്റാനുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഒരു ഇസ്തിഖാമത്ത് എല്ലാ രംഗത്തും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ അള്ളാഹു ചോദിച്ചല്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, പ്രവർത്തനം ചെയ്ത് കാണ്ട് നഷ്ടപ്പെട്ടവർ, നഷ്ടം സംഭവിച്ചവർ ആരാന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പെരുന്നാളാകുമ്പോൾ നമുക്കൊക്കെ വരുന്നൊരു ചിന്തയാണ്, ഇതൊക്കെ ചിലപ്പോൾ ഹലാലാവും. കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു ഉസ്താദ് പടക്കം പൊട്ടിക്കാൻ വേണ്ടി, പുത്രി കത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നൊരു വീഡിയോ. എന്താ സഹോദരന്മാരെ, അതൊക്കെ നന്മയാണോ? സന്തോഷത്തിൻ്റെ വഴികളാണോ അതൊക്കെ? അതൊക്കെ ചെയ്തിട്ട് അതൊക്കെ നന്മയെ നമുക്കിങ്ങനെ ശൈത്താൻ തോന്നിപ്പിക്കും. അങ്ങനെ നമ്മൾ നഷ്ടക്കാരായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മളെല്ലാ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാൻ വിട്ടുപിരിഞ്ഞാലും ഇതിൻ്റെ ബാക്കി പത്രമെന്നോണം, ഇതിൻ്റെ ഒരു അസറെന്നോണം നമ്മുടെ 11 മാസത്തെ ജീവിതത്തിലും ഇത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ചില സലഫുകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അന്നനാസു യതഅബ്ബദൂന ഫീ റമദാൻ, റമദാൻ മാസം അവർ ധാരാളമായി ആരാധിക്കുന്നു. ഫൈദൻ സലഖ റമദാൻ, റമദാൻ കഴിഞ്ഞാൽ തറക്കൂ, അവർ ആരാധനകൾക്ക് ഒഴിവാക്കുന്നു. അപ്പോൾ മുൻഗാമികൾ പറഞ്ഞതാണ്, ഫഖാല ബിഉസൽ ഖൗം, എത്ര മോശം ജനതയാണത്, ലാ യഅരിഫൂനല്ലാഹ്, അവരല്ലാഹനെ മനസ്സിലാക്കിയത് ഇല്ലാ ഫീ റമദാൻ, റമദാനിൽ മാത്രമാണ്. അതുപോലെ നമ്മൾ ആവരുത് സഹോദരന്മാരെ. അള്ളാഹു എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉണ്ട്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത, മരണമില്ലാത്ത, എന്നൊന്നും ജീവിക്കുന്ന അള്ളാഹു എല്ലാ കാലത്തുണ്ട്, നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഉറക്കം ബാധിക്കാത്ത, ക്ഷീണം ബാധിക്കാത്ത, എന്നും ജീവിക്കുന്ന, മരണമില്ലാത്ത അള്ളാഹു എല്ലാ മാസത്തിലുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് സഹോദരന്മാരെ. അതുപോലെ തന്നെ ആയിഷ ബീവി പറഞ്ഞല്ലോ, ആയിഷ ബീവി റസൂലിനോട് ചോദിക്കുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല,
ആയിഷ ബീവി ചോദിക്കണം ഏറ്റവും നല്ല പ്രവർത്തനം എന്താ ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞെന്താ, സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. റമദാനിൽ നമ്മളൊരു നല്ലൊരു പരിശീലനം നേടിക്കൊണ്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. 11 മാസം റമദാനിൻ്റെ അസറുകൾ നമ്മൾ ഉണ്ടാവണം സഹോദരന്മാരെ. അള്ളാഹു പറഞ്ഞതുപോലെ വഅബ്ദുർ റബ്ബക ഹത്താ യഅ്തിയനകൽ യഖീൻ, നിൻ്റെ മരണമെത്തുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ കേവലം റമദാനിലല്ല ആരാധനകൾ ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞാലും തുടർച്ചയായിക്കൊണ്ട് ആ ആരാധനകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് സഹോദരന്മാരെ. അള്ളാഹു ചില ആളുകളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫദൂഖൂ, നിങ്ങൾ ആസ്വദിക്കൂ, ബിമാ നസീതും ലിഖാ യൗമിക്കും ഹാദാ ഇന്നാ നസീനക്കും. ദാ റമദാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ മറന്നല്ലോ, അതുകൊണ്ട് ഇന്നതാ ഞാൻ നിങ്ങളെയും മറക്കുന്നു. റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും നമ്മൾ അള്ളാഹനെ മറന്ന് ജീവിച്ചാൽ അള്ളാഹു തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എന്നെ കണ്ടുമുട്ടുന്നുള്ള ആ ദിവസത്തിന് നിങ്ങൾ മറന്നല്ലോ, അതുകൊണ്ട് ഇന്നതാ ഞാൻ നിങ്ങളെയും മറക്കുന്നു. വദൂഖൂ അദാബൽ ഖുൽജി ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങളിതാ ശാശ്വതമായ ശിക്ഷയിലേക്ക് ആസ്വദിച്ചു കൊള്ളൂ എന്ന് അള്ളാഹു നമ്മളോട് പറയുമെന്നാണ്. അതുകൊണ്ട് ആ രൂപത്തിലാവരുത് സഹോദരന്മാരെ. അള്ളാഹുവിനെ ആലോചിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇബാദത്തുകളുമായി മുന്നോട്ട് പോകണം സഹോദരന്മാരെ. അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ കുറിച്ച്. അള്ളാഹു പറയുന്നു, വഅഖീമുസ്സലാ വആതു സക്കാ, നമസ്കാരം നിർവഹിക്കുന്നവരാണ്, വആതു സക്കാ, സക്കാത്ത് കൊടുക്കുന്നവരാണ്, വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈരിൻ, അവർ മുൻകൂട്ടി ചെയ്തു വെച്ച നന്മകൾ തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് കാണും. റമദാൻ കഴിഞ്ഞാലും കാണും അള്ളാഹുവിൻ്റെ അടുത്ത്. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, അള്ളാഹിനെ സൂക്ഷിക്കൂ, വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, മക്കൾ മാതാപിതാക്കൾ മക്കൾക്കും ഉപകാരപ്പെടാത്തൊരു ദിവസം വരാനുണ്ട്, അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹിൻ്റെ കരാറ് അത് യാഥാർത്ഥ്യമാണ് എന്നാണ് പറയുന്നത്. അന്നേ ദിവസം എന്തേ നമ്മൾ നന്മ ചെയ്തിട്ടുള്ള മുൻകൂട്ടി ചെയ്തു വെച്ചതും നമ്മൾ ബാക്കിലോട്ട് പുറകോട്ട് നിർത്തിയൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് നമുക്ക് കാണിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ മരിച്ചു ചെന്നാൽ, നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ വരസഖിയായ ലോകത്ത്, അള്ളാഹിൻ്റെ പരലോകത്ത് നമുക്ക് എന്താണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. വലിക്കുല്ലി വിജഹത്തുൻ വമുവല്ലിഹ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിലേക്ക് മുന്നോട്ട് വരൂ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താലേ അത് അള്ളാഹിൻ്റെ അടുത്ത് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ആയത്ത് കേട്ടുകൊണ്ട് നമുക്ക് കാണാം, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ബൈറുഹ തോട്ടാണ്, ആ തോട്ടം ഞാനിതാ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ആയത്ത് കേട്ട മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഗനീമത്ത് കിട്ടിയ ഒരു തോട്ടമുണ്ട്, അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വതക്ക ചെയ്യുന്ന, അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്ത് കേട്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ അടുത്തുള്ള റോമക്കാരിയായ ഒരു അടിമ സ്ത്രീയുണ്ട്, അതാണ് എൻ്റെ ധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് ഞാൻ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ സ്വഹാബിമാർ. നോക്കൂ സഹോദരന്മാരെ, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ കുതിരയാണ്, അത് ചെലവഴിച്ചാലേ അള്ളാഹിൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആവൂ എന്ന് ആ ആയത്ത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുതിരയെ ആളുകൾക്ക് സംഭാവന കൊടുക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് എല്ലാ നന്മകളിലേക്കും നമ്മൾ മുന്നേറണം സഹോദരന്മാരെ. അതുപോലെ തന്നെ നാളൊരു വിചാരണയുണ്ട് എന്നുള്ള ആ ഒരു രൂപത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ റമദാൻ നമുക്ക് മുതലാവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവർക്കും റമദാൻ കിട്ടി, എല്ലാവരും അതിൽ നിന്ന് വിട പറഞ്ഞു. പക്ഷേ അള്ളാഹിൻ്റെ അടുത്ത് സ്വർഗം ലഭിക്കുന്ന അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സ്വർഗ നരകങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, നിശ്ചയമായും ആ ഖിയാമത്ത് നാൾ വരും, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ, ആളുകൾ കൂട്ടം കൂട്ടമായി അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുമെന്നാണ്. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ, ആകാശത്തിൻ്റെ വാതിലുകൾ ആകാശങ്ങൾ മലർക്ക് തുറക്കപ്പെടുകയും, വസുയ്യിറത്തിൽ ജിബാൽ ഫകാനത് സറാബ, അതാ മലകളൊക്കെ പാച്ചകളെ പോലെ അങ്ങനെ പാറി നടക്കുകയും ചെയ്യുമ്പോൾ, ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, നിശ്ചയമായും നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
നരകം കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുന്നത്? ലിത്വാഗീന മആബ. ആരെയാണത്? അതിക്രമകാരികളായ ആളുകളെ, അള്ളാഹു പറഞ്ഞതനുസരിക്കാത്ത, റമദാനിൽ മാത്രം അള്ളാഹിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന് വേണ്ടി റമദാനിൽ മാത്രം ആരാധനകൾ ചെയ്ത ആളുകൾ, ശേഷം ആരാധനകളില്ലേ, അവർക്ക് വേണ്ടി എന്തിനുണ്ട്? അക്രമികളായ ആളുകൾക്ക് വേണ്ടി നരകം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ലാബിസീന ഫീഹാ അഖാബ. അതാ അവർ പല കാലങ്ങൾ, ദീർഘകാലങ്ങൾ അതിലവരെ ആയിരിക്കും. ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ. അവർക്ക് തണുപ്പോ ഇല്ലെങ്കിൽ ചൂടോ ആയിട്ടുള്ള ആ ചീഞ്ഞു നാറുന്ന ആ വെള്ളങ്ങൾ മാത്രമാണ് അവർക്കുണ്ടാവുക. ചൂടുള്ള വെള്ളം, കുടിക്കാൻ പറ്റാത്ത തണുപ്പുള്ള വെള്ളം, നരകത്തിലെ തീനെപ്പോലും കെഴുത്തിക്കറയുമാർ തണുപ്പുള്ള വെള്ളമായിരിക്കും അവർക്ക് കൊടുക്കുക. അള്ളാഹു നമ്മൾ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയാണ് ജസാഅൻ വിഫാഖ. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണത്. എന്നിട്ട് പറയാണ് അവർക്ക് അങ്ങനെ അവർ നരകത്തിലെത്താനുള്ള കാരണമെന്ത്? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഒരു മടക്കമുണ്ട് എന്നും ഒരു വിചാരണയുണ്ട് എന്നും അവരാലോചിച്ചിട്ടില്ല. ഒരു വിചാരണുണ്ട്. വലം അദ്രിമാ ഹിസാബിയ. ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ അവർ പറയാണ് വലം അദ്രിമാ ഹിസാബിയ. ഇങ്ങനൊരു വിചാരണ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, പെരുന്നാൾ വന്നപ്പോൾ മതിമറന്ന് ആഘോഷിച്ച് ശൈത്താൻ്റെ പിടിയിൽപ്പെട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ തിന്മകളിലേക്ക് കൂപ്പുകുത്തി പോവുകയാണെങ്കിൽ പറയുമെന്നാണ് ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഇങ്ങനൊരു വിചാരണ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അല്ല എന്ന് പറയുമെന്നാണ്. വകദ്ദബൂ ബിആയാതിനാ കിദാബ. എൻ്റെ ആയത്തുകളൊക്കെ വന്നപ്പോൾ അതിനെ കളിയാക്കി പരിഹസിച്ച് അതിനെ കളവാക്കി ഞാൻ അതിനെ തള്ളിയിട്ടുണ്ടല്ല. അതുകൊണ്ട് ഇല്ല, ഞാൻ ആ വിചാരണയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അള്ളാഹു പറയുന്ന ആ ആയത്തിലൂടെ കാണാം വക്കുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ. എല്ലാ കാര്യങ്ങളും, റമദാനിൽ ചെയ്ത കാര്യങ്ങളും ശേഷം 11 മാസങ്ങളിൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ഒന്നുപോലും ഇടവിടാതെ, ഒന്നുപോലും മാറി നിൽക്കാതെ, ഒന്നുപോലും വിടാതെ അള്ളാഹു എഴുതിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് പറയും ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. മുഫസ്സിറുകളൊക്കെ പറഞ്ഞു ഖുർആനിലെ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു ആയത്താണിത്. ഫദൂഖു, നിങ്ങൾ ആസ്വദിക്കൂ, ഫലൻ നസീദക്കും, നിങ്ങൾക്ക് വർദ്ധിപ്പിക്കൂല, ഇല്ല അദാബ, ശിക്ഷയല്ലാതെ. ഏറ്റവും വലിയ ശിക്ഷയാണ് വർദ്ധിപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നരകത്തെ തൊട്ടുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും വേണം. അള്ളാഹു പറഞ്ഞല്ലോ ഇന്നൽ മുത്തഖീന മഫാസ. നിശ്ചയമായും തഖ്വ പാലിച്ചവർ, റമദാനിൽ കിട്ടിയ തഖ്വ അതിനുശേഷം തുടരുകയാണെങ്കിൽ മഫാസ, അവർ വിജയിച്ചിട്ടുണ്ട്. ഹദായിക വ അനാബ, അവർക്ക് തോട്ടങ്ങളുണ്ട്, മുന്തിരികളുണ്ട്. വകവായി ബാത്റാവ, യുവതികളായ സമപ്രായക്കാരായ മാറിടം തുടിച്ച സ്ത്രീകളുണ്ട് അവർക്ക്. വകസന്ധ്യാക, കള്ളിൻ്റെ കോപ്പുകളുണ്ട് അവർക്ക്. നിറഞ്ഞ കള്ളിൻ്റെ ആസ്വാദകരമായ ശുദ്ധമായ കള്ളുകൾ അവർക്കുണ്ട്. ലാ യസ്മഊന ഫിഹാ ലഹവൻ വലാ കിദാബ. അതിൽ മോശപ്പെട്ട വാക്കുകളോ അതുപോലുള്ള വർത്തമാനങ്ങളോ അവർ കേൾക്കൂല എന്നാണ് പറയുന്നത്. ജസാഅൻ മിർ റബ്ബിക അതാഅൻ നിസാബ. അതിന് കാരണമെന്ത്? അവർ ആ ഒരു പ്രതിഫലത്തെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാൻ നമ്മൾ വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഒരു വിചാരണ ഉണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ അത് നേരിടാനുണ്ടോ എന്നുള്ളൊരു ഉത്തമ ബോധത്തോടു കൂടെ ഈ 11 മാസങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഈ റമദാൻ നമ്മൾ കാത്തു സൂക്ഷിച്ച തഖ്വകളും നമ്മുടെ അമലുകളൊക്കെ നിലനിർത്താനുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ അതിൻ്റെ പരിശ്രമങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതികൂലമായി സാക്ഷി പറയുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മഴയില്ലാതെ ചൂട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹുവെ, നല്ല മഴ നമുക്ക് വർഷിക്കണമേ തമ്പുരാനെ. മഴ ഞങ്ങൾക്ക് റഹ്മത്തായിക്കൊണ്ട് നൽകണമേ തമ്പുരാനെ. നമ്മുടെ സഹോദരങ്ങൾ പലരും പ്രയാസത്തിലാണ്, രോഗികളാണ്, പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ, അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാണ് തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.